നമ്മുടെ ലോകം ഇന്ന് മാറിക്കഴിഞ്ഞു. എല്ലാം വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന കാലം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ലോകത്താണ്. ബാങ്കിംഗ് ഇടപാടുകൾ മുതൽ സോഷ്യൽ മീഡിയ വരെ നീളുന്ന ഈ ഡിജിറ്റൽ ജീവിതം നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ വലിയ അപകടങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യവും അന്തസ്സും നഷ്ടപ്പെടാൻ. അടുത്ത കാലത്തായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈബർ തട്ടിപ്പുകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് AI ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ. നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ വീഡിയോ കോളിൽ വന്ന് താൻ അപകടത്തിലാണെന്നും പണം വേണമെന്നും ആവശ്യപ്പെട്ടാൽ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഡീപ് ഫേക്ക് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരുടെയും മുഖവും ശബ്ദവും അനുകരിക്കാൻ ഇന്ന് തട്ടിപ്പുകാർക്ക് സാധിക്കും. അപരിചിതമായ നമ്പറുകളിൽ നിന്നുള്ള വീഡിയോ കോളുകൾ എടുക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. നമുക്ക് എങ്ങനെ സുരക്ഷിതരാകാം? പാസ്വേഡുകൾ. നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകൾക്കും ശക്തമായ പാസ്വേഡുകൾ നൽകുക. കൂടാതെ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ നിർബന്ധമായും സെറ്റ് ചെയ്യുക. ലിങ്കുകൾ. വാട്സപ്പിലൂടെയോ മെസ്സേജിലൂടെയോ വരുന്ന സൗജന്യ റീചാർജ്, ലോട്ടറി അടിച്ചു തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. OTP. ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആർക്കും നിങ്ങളുടെ OTP കൈമാറരുത്. ഒരു ബാങ്കും ഫോണിലൂടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല എന്ന കാര്യം ഓർക്കുക. ഓൺലൈൻ ട്രേഡിംഗിന്റെയും ക്രിപ്റ്റോ കറൻസിയുടെയും പേരിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്യുന്ന ആപ്പുകളെ സൂക്ഷിക്കുക. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഓരോ നീക്കങ്ങളും പങ്കുവെക്കുന്ന സ്വഭാവം മാറ്റുക. നമ്മൾ എവിടെ പോകുന്നു, ആരുടെ കൂടെ ഇരിക്കുന്നു എന്ന വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് നമ്മെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡിജിറ്റൽ സാക്ഷരതയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അറിഞ്ഞിരിക്കുക, ജാഗ്രത പാലിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സൈബർ തട്ടിപ്പിന് ഇരയായാൽ മടിക്കേണ്ടതില്ല. ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിക്കുകയോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതി നൽകുകയോ ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്.